നമുക്കറിയാലോ ലാറ്റിൻ അമേരിക്കയിൽ എത്രത്തോളമാണ് ഫുട്ബോളിന്റെ ഭ്രാന്ത് എന്ന് നമുക്കറിയാം. നമ്മൾ കേരളത്തിലെ നാട്ടിൽ അർജന്റീന ബ്രസീൽ പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നാട്ടില് നാഷണൽ ടീമിന് വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു പ്രൈഡാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് മെസ്സി ചെറുപ്പത്തിലെ സ്പെയിനിൽ പോയിട്ട് പോലും സ്പെയിൻ ടീം കളിക്കാണ്ട് അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കളി തുടങ്ങുന്നു. അർജന്റീനയ്ക്ക് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടുന്നു. പക്ഷെ അതിനുശേഷം ഈ 2020 വരെ അദ്ദേഹത്തിന് കാത്തിരിക്കുന്ന ഒരു കപ്പ് നേടാൻ മാധ്യമ പ്രവർത്തകരായാലും കളിപ്രേമികളായാലും അന്നാട്ടിലെ ആൾക്കാരായാലും പുറമേയുള്ള നാട്ടുകാരായാലും അത് പറയുന്ന ഒരേ കാര്യമായിരുന്നു, മെസ്സി ബാഴ്സലോണ താരം മാത്രമാണ്, രാജ്യത്തിന് വേണ്ടി കളിക്കില്ല, രാജ്യത്തിന് വേണ്ടി ഇതുവരെ കപ്പ് നേടിയിട്ടില്ല എന്നെല്ലാം. അതുകൊണ്ട് തന്നെ ഒരുപാട് വേദനയും റെസ്പോൺസിബിലിറ്റിയും എല്ലാം ചുമലിലേറ്റിക്കൊണ്ടായിരുന്നു മെസ്സി എപ്പോഴും ആ ടീമിന് വേണ്ടി കളിച്ചിരുന്നത്. അദ്ദേഹം ഇൻഡിവിജ്വൽ ആയിട്ട് നന്നായി കളിച്ചു, എന്നാൽ കൂടിയിട്ട് ഒരു ടീം എന്ന നിലയിൽ ഒരു കപ്പ് നേടാനോ ഒരു മൈൽ സ്റ്റോൺ താണ്ടാനോ അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 2020 വരുന്നത്. 2020 കൂടി മെസ്സിയുടെ തലവര മാറി. അന്ന് പോലും ഈ ജനങ്ങളുടെ ഒരു പരാതിയും പ്രതികരണവും ഡിസ്കറേജ്മെന്റും എല്ലാം കാരണം മെസ്സി ഒരിക്കൽ റിട്ടയർ ചെയ്തതാണ്. ആ റിട്ടയർമെന്റിന് ശേഷം പിന്നെ ഫുട്ബോൾ ലോകം തന്നെ പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്ന ആളാണ്. അങ്ങനെയാണ് അദ്ദേഹം അവസാനം 2020 വരെ കാത്തിരുന്ന് ഒരു കപ്പ് അടിക്കുന്നത്. ആ കപ്പിന് ശേഷം അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം ആ ഒരു ജനതയിൽ അർപ്പിച്ച ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, എന്റെ നാട്ടുകാർ എന്നെ വെറുക്കുകയും ചെയ്യും, അതുപോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യും, അവർക്ക് വേണ്ടി ഞാനൊരു കപ്പ് നാട്ടിലോട്ട് തിരിച്ചെത്തിക്കും എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്രതിജ്ഞ മെസ്സിയുടെ ആ ഒരു കരച്ചിലേ എനിക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ആ ഒരു ദൃഢപ്രതിജ്ഞ കൊണ്ട് മാത്രമാണ് ഇത്രയും ബുദ്ധിമുട്ടിയ ഇത്രയും വെറുക്കപ്പെട്ട ഒരു പ്ലെയർ എന്ന രീതിയിൽ അർജന്റീനക്കാർക്ക് വേണ്ടി എന്നിട്ടും കളിച്ച് അവസാനം അവരെ കൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ വായടപ്പിച്ച് അവരെ കൊണ്ട് തന്നെ സ്നേഹിപ്പിക്കുന്ന ആ ഒരു രീതിയിലെത്തിയ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണവും എല്ലാം കാണുമ്പോൾ മെസ്സി എന്നല്ല ആര് പോലും കരഞ്ഞു പോകും.